ഈശാവാസ്യോപനിഷത്തിൽ അടുത്ത് 11ാമത്തെ മന്ത്രമാണ്. വിദ്യാംച അവിദ്യാംച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതം അശ്നുതേ. വിദ്യാം ച അവിദ്യാം ച യഹ തദ് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതം അശ്നുതേ. വിദ്യാം ച വിദ്യാം ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. ഇവിടെ 9, 10, 11 ഈ 3 മന്ത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 9ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു, ആരാണോ അവിദ്യയിൽ, അതായത് കർമ്മത്തിൽ തന്നെ, കർമ്മമാണ് പരമപുരുഷാർത്ഥത്തിന് സാധനം എന്ന് കരുതി അത് അനുഷ്ഠിക്കുന്നവർ, അവർ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ആരാണോ വിദ്യയിൽ, ഉപാസനയിൽ, ദേവതോപാസനയിൽ തന്നെ അതാണ് പരമപുരുഷാർത്ഥ സാധനം എന്ന് കരുതി അതിൽ തന്നെ ആരാണോ മുഴുകുന്നത് അവരതിലും വലിയ തമസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും വെവ്വേറെ അനുഷ്ഠിക്കുന്നതിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. കേവല കർമ്മമോ കേവല ഉപാസനയോ പ്രത്യേകം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് സമുച്ചയിച്ച് ചെയ്യേണ്ടതാണ്, സമുച്ചയിക്കേണ്ടതാണ്, ഒരേ സമയം ഒരേ വ്യക്തി ചെയ്യേണ്ടതാണ്. അതിനടുത്ത് പറയുന്നത് എന്തുകൊണ്ട് ഇതിന് രണ്ടിനും പ്രത്യേക ഫലം പറഞ്ഞിട്ടുണ്ട്. അതാണ് 10ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത്. വിദ്യയുടെ ഫലം വേറെയാണ്, അവിദ്യയുടെ ഫലം വേറെയാണ്. വിദ്യ ഉപാസനയ്ക്ക് ഫലം വേറെയാണ്, കർമ്മം അതിന്റെ ഫലം വേറെയാണ്. കർമ്മത്തിന്റെ ഫലം പിതൃലോകമാണ്, വിദ്യയുടെ ഫലം ദേവലോകമാണ്. എന്ന് പറയുമ്പോൾ കർമ്മത്തിലൂടെ സ്വർഗം തുടങ്ങിയ ഭോഗഭൂമികകളിലേക്ക് പോകുന്നു, ഉപാസനയിലൂടെ ദേവതാ സ്വരൂപത്തെ പ്രാപിക്കുന്നു. രണ്ടിന്റെയും പ്രത്യേകമായിട്ടുള്ള ഫലം. ഇങ്ങനെ പ്രത്യേകമായ ഫലം ഉള്ളതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്നാണ്, സമുച്ചയിക്കണമെന്ന് പറയുന്നതാണ്. ഒരു കാലം ഒരു വ്യക്തി അനുഷ്ഠിക്കണം. അതാണ് അടുത്ത് പറയുന്നത്. ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിന് കാരണം ഫലം വേറെ ആയതുകൊണ്ട്, രണ്ടും വേറെ വേറെ ഫലമുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് അനുഷ്ഠിക്കുമ്പോൾ എന്താണ് അതിന്റെ ഫലവ്യത്യാസം വരുന്നതാണ് അടുത്ത് പറയുന്നത് ഭാഷ്യത്തിൽ. യതഃ ഏവം അതോ വിദ്യാം ച അവിദ്യാം ച ദേവതാജ്ഞാനം കർമ്മ ചൈത്യർത്ഥ യഹ തദ് ഏതദുഭയം സഹ ഏകേന പുരുഷേണ അനുഷ്ഠേയം വേദ തസ്യ ഏവം സമുച്ചയകാരണ ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാദിത്യതി. യതയേവം ഇപ്രകാരമായതിനാൽ, അതായത് വിദ്യയ്ക്കും അവിദ്യയ്ക്കും പ്രത്യേക ഫലമുള്ളതുകൊണ്ടും ഇത് വെവ്വേറെ കേവലമായി കർമ്മമോ അല്ലെങ്കിൽ ഉപാസനയോ അനുഷ്ഠിക്കുന്നത് അവനെ മോക്ഷത്തിലേക്ക് നയിക്കത്തില്ല. അതുകൊണ്ട്
അതഹ അക്കാരണത്താൽ വിദ്യാംച അവിദ്യാംച അതിനെ തന്നെ വിശദീകരിക്കുകയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ദേവതാജ്ഞാനം, അവിദ്യ കർമ്മ. ദേവതാജ്ഞാനം എന്ന് പറഞ്ഞാൽ ദേവത ഉപാസന, ദേവതാ ഉപാസനയും കർമ്മവും ഇത് രണ്ടും യഹ ഏതൊരുവനാണോ തത് ഏതത് ഈ പറഞ്ഞതായ ഇത് രണ്ടും ഉഭയം ഇവ രണ്ടും ഉഭയം രണ്ടും സഹ ഏകേന പുരുഷേന അനുഷ്ഠേയം വേദ സഹ ഒരുമിച്ച് ഏകേന പുരുഷേന ഒരു പുരുഷനാൽ തന്നെ അനുഷ്ഠേയം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് വേദ അറിയുന്നത്. യഹ വേദ ആരാണോ അറിയുന്നത്, ഏതൊരുവനാണോ അറിയുന്നത് ഈ കർമ്മവും ഉപാസനയും ഒരുമിച്ചാണ് അനുഷ്ഠിക്കേണ്ടത് എന്നറിയുന്നത്, തസ്യ അങ്ങനെയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏവം സമുച്ചയകാരണ അങ്ങനെ സമുച്ചയമായി ചെയ്യുന്നവന്, ഒരുമിച്ച് അനുഷ്ഠിക്കുന്നവന് എന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉഭയം സഹ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കണം, വേദ അനുഷ്ഠിക്കണമെന്ന് അറിയുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഒരേ കാലത്ത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവന് അവന് മാത്രമേ ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാത് അവന് ഏക പുരുഷാർത്ഥ സംബന്ധം എന്നുവെച്ചാൽ അവന് ഏക പുരുഷാർത്ഥ ലാഭം ക്രമേണ സ്യാത് ക്രമമായി ഉണ്ടാകുന്നു. എങ്ങനെയാണ് ക്രമമായി ഉണ്ടാകുന്നതെന്ന് അടുത്ത് പറയും. ഇച്ഛിച്ചത് ഏതാണ് പറയാൻ പോകുന്നത്. അവനൊരു പുരുഷാർത്ഥം നേടാൻ കഴിയുന്നു. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണത്? അത് പറയുന്നു. എന്താണ് അവിദ്യയ? അതിന്റെ അർത്ഥം പറയുന്നു കൊടുത്ത് കർമ്മണ അഗ്നിഹോത്രാദിന മൃത്യും സ്വാഭാവികം കർമ്മ ജ്ഞാനഞ്ച മൃത്യുശബ്ദവാച്യം ഉഭയം തീർത്വ അതിക്രമ്യ വിദ്യയ ദേവതാജ്ഞാനേന അമൃതം ദേവതാത്മഭാവം അശ്നത്തെ പ്രാപ്നോതി തദ്ധി അമൃതമുച്യത്തെ യദ്ദേവതാത്മഗമനം. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കുന്നവന് ക്രമമായി പുരുഷാർത്ഥ ലാഭം ഉണ്ടാകുന്നു. എന്താണത്? പറയുന്ന അവിദ്യയ അർത്ഥം പറയുന്നു കർമ്മണ കർമ്മം കൊണ്ട്. എന്താണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നത്? പറയുന്നു അഗ്നിഹോത്രാദിന അഗ്നിഹോത്രാദി വൈദിക കർമ്മം. അതിനാണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മങ്ങളെ കൊണ്ട് മൃത്യും തീർത്തുവാന്നാണ് മന്ത്രത്തിൽ. മൃത്യുവിനെ അതിക്രമിച്ചിട്ട്. മൃത്യു എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികം കർമ്മ ജ്ഞാനം ച സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളെയാണ് ഇവിടെ മൃത്യു എന്ന് പറയുന്നത്. മൃത്യു എന്ന് പറഞ്ഞാൽ സാധാരണ മരണം എന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നത് മൃത്യു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കർമ്മമാണ്. ബൃഹദാരണ്യത്തിലും മറ്റും ഈ സ്വാഭാവിക കർമ്മത്തെ മൃത്യു എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൃത്യു എന്ന് പറയുന്നതിന് സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത്. സ്വാഭാവിക കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് സ്വാഭാവികം, മറ്റൊന്ന് ശാസ്ത്രീയം. ശാസ്ത്രീയ കർമ്മങ്ങൾ എന്ന് പറയുന്നത് വേദം പറയുന്ന കർമ്മങ്ങൾ, അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങളാണ് ശാസ്ത്രീയ കർമ്മം, ശാസ്ത്രം നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ. സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ പൂർവ്വ സംസ്കാരം കൊണ്ട് സഹജമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളല്ല സ്വാഭാവിക കർമ്മം. അല്ലെങ്കിൽ വേദം അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ ഉൾക്കൊള്ളുന്ന സ്മൃതികൾ ഇവയൊന്നും നിർദ്ദേശിക്കാതെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ആഹാര നിദ്ര മൈഥുനാദികളെല്ലാം സ്വാഭാവിക കർമ്മത്തിൽപ്പെടുന്നു. നമ്മുടെ സാധാരണ പ്രവൃത്തികളെല്ലാം സ്വാഭാവിക കർമ്മങ്ങളാണ്. വേദം പറയുന്നതുകൊണ്ട് ചെയ്യുന്നതല്ല, പൂർവ്വ സംസ്കാരം കൊണ്ട് ചെയ്യുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് വൈദിക കർമ്മങ്ങൾ എന്തിനുവേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു? സ്വാഭാവിക കർമ്മങ്ങളെ അതിക്രമിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്വാഭാവികമായ കർമ്മങ്ങൾ വൈദിക കർമ്മത്തിന്റെ സംസ്കാരം കൊണ്ട്
ആ സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവിക കർമ്മം എന്ന് പറയുമ്പോൾ അത് പ്രാകൃതമായ കർമ്മങ്ങളായിരിക്കും. സഹജമായി തോന്നുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അസംസ്കൃതമായ പ്രവൃത്തികളായിരിക്കും. അതിന് അവിടെ ധർമ്മ അധർമ്മ വിവേചനം ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പ്രാകൃതമായിരിക്കും. പുണ്യപാപ വിചാരം അതിൽ വരണമെന്നില്ല. എന്ത് മനസ്സിൽ തോന്നുന്നു, സഹജമായി എന്ത് അനുകൂലമാണെന്ന് തോന്നുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് സ്വാഭാവികമായ കർമ്മങ്ങൾ. കർമ്മത്തിനൊരു വ്യവസ്ഥയില്ല, അതിലൊരു പുണ്യപാപ വിചാരം വരത്തില്ല. ഇപ്പോൾ വൈദികമായ കർമ്മങ്ങൾ അങ്ങനെയല്ല, അതിൽ വിധി നിഷേധങ്ങളുണ്ട്. വിധി പുണ്യത്തെ കൊടുക്കുന്നു, നിഷേധം പാപത്തെ ഉണ്ടാക്കും. നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്താൽ പാപമുണ്ടാകും, പാപത്തെ സഞ്ചയിക്കും. വിഹിതമായ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്താൽ പുണ്യത്തെ ഉണ്ടാക്കും. അപ്പം അവിടെ പുണ്യപാപ വിചാരത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ സഹജമായ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ സഹജമായ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളെ ഇത് നിരോധിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. വേദത്തിൽ ഈ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വൈദികമായ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് അത് പൂർവ്വമീമാംസേനും ഇത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്തിന് ജ്യോതിഷ്ഠോമം അഗ്നിഹോത്രം പോലെയുള്ള വലിയ കർമ്മങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നു. പറയുന്നത് മനുഷ്യനിൽ സഹജമായിരിക്കുന്ന സംസ്കാരങ്ങൾ, വാസനകൾ അതിനെ തടയുന്നതാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതാണ്. രണ്ട് സംഭവിക്കാം. ചിലപ്പോൾ അതിനെ നിരോധിക്കും, അതിനെ തടഞ്ഞു വയ്ക്കും. ചില സമയത്തത് അതിനെ ഇല്ലാതാക്കും, ആ സംസ്കാരത്തെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സ്വാഭാവിക കർമ്മങ്ങൾ ക്രമേണ ഇല്ലാതാകുകയും ആ വൈദിക കർമ്മം ആയിരിക്കും അയാളുടെ ജീവിതം മുഴുവൻ. അയാളുടെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളിൽ മുഴുകിയിരിക്കും. അതിനുണ്ടാകുന്ന പ്രയോജനം ഇതാണ്, സ്വാഭാവികമായ കർമ്മങ്ങളിൽ നിന്ന് അയാളിൽ നിന്നില്ലാതാകണം. അപ്പൊ സഹജമായി വരുന്ന കർമ്മങ്ങൾ പോലും പിന്നീട് ആ വൈദിക സംസ്കാരം അനുസരിച്ച് തന്നെ മാറ്റുന്നു, കർമ്മങ്ങളെ പരിണമിപ്പിക്കുകയാണ്. സഹജമായ കർമ്മങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം മാറി വേദത്തിൽ നിർദ്ദേശിക്കുന്ന നിയമങ്ങളനുസരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ആശ്രമ ധർമ്മങ്ങൾ തന്നെ നോക്കിയാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം പോലെയുള്ളത് മനുഷ്യരിൽ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. പക്ഷെ അത് പ്രാകൃതമായിരിക്കും. വേദം എന്ത് ചെയ്യുന്നു, അതിനെ ശാസ്ത്രീയമാക്കുന്നു. അപ്പോൾ വേദസമ്മതമായ രീതിയിൽ അതിനെ അനുഷ്ഠിപ്പിക്കുന്നു. ഒരാൾ കുടുംബസ്ഥനായി ജീവിക്കുന്നു, അപ്പോൾ അതിന് നിയമങ്ങൾ പറയുന്നു. അപ്പോൾ അത് വൈദികമായി, വൈദിക ഗൃഹസ്ഥാശ്രമമായി. അല്ലെങ്കിൽ സാധാരണ മറ്റ് ജീവികളെപ്പോലെ അയാളും ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വൈദിക ധർമ്മത്തെ ആചരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളില്ലാതായി അതിന്റെ സ്ഥാനത്ത് വൈദികമായ ഇത് വരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വൈദിക കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. സ്വാഭാവിക കർമ്മത്തെ ഇല്ലാതാക്കുക. ആ വൈദിക കർമ്മങ്ങളെയാണ് ത്യജിക്കാൻ പറയുന്നത്, സ്വാഭാവിക കർമ്മത്തെ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവിക കർമ്മത്തിനോട് പ്രസക്തിയില്ല. എന്താണോ വിധിച്ചിരിക്കുന്നത് അതിനെയാണ് പിന്നീട് ത്യജിക്കാനും ആവശ്യപ്പെടുന്നത്. വിധിച്ചിരിക്കുന്നത് സ്വാഭാവികമല്ല, അത് സഹജമായി വന്നു ചേരുന്നതാണ്. സഹജമായി വന്നു ചേരുന്നതാണ് സ്വാഭാവിക കർമ്മങ്ങൾ. അതിനെ പിന്നെ പ്രത്യേകിച്ച് നിഷേധിക്കേണ്ട, വേദം നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിനെ പരിവർത്തനപ്പെടുത്തുന്നു വൈദിക ധർമ്മം അനുസരിച്ച്. വൈദിക ധർമ്മം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിഷേധിക്കുന്നു. അതാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇവിടെ ആ നിഷേധത്തിന്റെ ഭാഗത്ത് പോയില്ല. ഇവിടെ പറയുന്നത് ആ വൈദിക ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക, അതാണ്. അത് സ്വാഭാവിക കർമ്മത്തെ ഇല്ലാതാക്കുന്നു. അതാണ് സ്വാഭാവികം കർമ്മം. അതുപോലെ തന്നെ സ്വാഭാവികമായി വരുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസന. ഇവിടെ സ്വാഭാവികം, മൃത്യു എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികം കർമ്മ ജ്ഞാനം ച. സ്വാഭാവികമായിട്ടുള്ള കർമ്മവും ജ്ഞാനവും ഉപാസനയും. ജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസനയാണ്, സാധാരണ പറയുന്ന ജ്ഞാനമല്ല. മനുഷ്യനിൽ സ്വാഭാവികമായി തന്നെ ഉപാസനകൾ വരുന്നു, പ്രാകൃതമായ ഉപാസനകൾ.
അത് വേദമൊന്നും പഠിക്കാത്തവരിലും കാണും. പ്രാകൃതരായ മനുഷ്യരിലും ഉണ്ട് ഉപാസന രീതികളൊക്കെ. അപ്പൊ അതിനെ സംസ്കരിക്കാനാണ് വേദം പറയുന്നത്. വേദം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉപാസനകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പ്രാകൃതമായ ഉപാസനകൾ അവിടെ ഇല്ലാതാകുന്നു. ശാസ്ത്രീയമായ ഉപാസന, സ്വാഭാവികമായ ഉപാസന ഇല്ലാതാകുന്നു. അപ്പൊ ഇത് രണ്ടും പോകണം. സ്വാഭാവികമായ കർമ്മങ്ങളും സ്വാഭാവികമായിട്ടുള്ള ഉപാസനകളും പോയി ഇല്ലാതാകണം. അതിനു വേണ്ടിയിട്ടാണ് വൈദികമായ ധർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നത്. അങ്ങനെയുള്ള ആ ധർമ്മങ്ങൾ, വൈദിക കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോൾ ചിത്തശുദ്ധിയും, സകാമമായി അനുഷ്ഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പിതൃലോകം തുടങ്ങിയ ഫലങ്ങളും ഉണ്ടാകുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് സ്വാഭാവികം കർമ്മ ജ്ഞാനം ച മൃത്യു. മൃത്യു ശബ്ദവാച്യം. ഇതാണ് മൃത്യു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വിവേകം കൂടാതെ തന്റെ സഹജമായ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് മരണം തന്നെയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംസ്കാരവും ഉണ്ടാകുന്നില്ല. വിവേകം ഉണ്ടെങ്കിലേ വിവേകത്തിനനുസരിച്ച് ധർമാധർമ്മ വിവേകബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ പ്രവർത്തിക്കാതെ ജീവിക്കുക, സഹജമായ പ്രേരണകൾക്കനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് മരണം തന്നെയാണ്. അതിന് വിവേകം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ധർമ്മം ഉണ്ടാകുന്നില്ല, പുണ്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതിനെ മൃത്യു എന്ന് പറയുന്നു. അതാണ് മൃത്യു ശബ്ദവാച്യം. ഉഭയം. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഈ കർമ്മങ്ങളെയും ഉപാസനകളെയും തീർത്തുക, അതിക്രമിച്ചിട്ട്, അതിനെ അതിക്രമിക്കുക എന്ന് വെച്ചാൽ ആ സംസ്കാരത്തെ നശിപ്പിച്ച് വൈദികമായ സംസ്കാരത്തെ ഉണ്ടാക്കി വിദ്യയ ദേവതാജ്ഞാനേന, ദേവത ഉപാസനയിലൂടെ ഇത് രണ്ടും ഒരുമിച്ച് വേണം. ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിനും പ്രത്യേകതയുണ്ട്. കാരണം ദേവത ഉപാസനയും ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരാത്തവന് അതും ചെയ്യാൻ ഒക്കത്തില്ല. ഒരാൾ ദേവത ഉപാസന മാത്രം ചെയ്യാണ്, കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ. അപ്പോൾ ചിത്തശുദ്ധി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ ദേവത ഉപാസന അയാൾക്ക് അനുഷ്ഠിക്കാൻ കഴിയാതെ വരും, ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നത്. രണ്ടും ഒരേ സമയം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം വൈദികമായ സംസ്കാരം അതിനെ ആർജിച്ച് പുണ്യം, അതിന്റെ ഫലമായി കിട്ടുന്ന പുണ്യമാണ്. വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കാന്ന് പറയുമ്പോൾ പുണ്യപാപ വിചാരത്തോടുകൂടി ചെയ്യുന്നു. അപ്പൊ പാപകർമ്മങ്ങൾ അവിടെ ഒഴിവാക്കുന്നു, പുണ്യകർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു. അപ്പൊ അവന് സഞ്ചരിക്കുന്ന പുണ്യമാണ്. അതും നിഷ്കാമ ഭാവനയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ അത് ചിത്തശുദ്ധിക്കും കാരണമാകും. അങ്ങനെ വരുന്ന ആ കർമാനുഷ്ഠാനവും ദേവതാജ്ഞാനേന, ദേവത ഉപാസന, ഇത് രണ്ടും കൊണ്ട് അമൃതം പറയുന്നു. ദേവതാത്മഭാവം, ദേവതാത്മഭാവം അശ്നതയെ പ്രാപ്നോതി. ദേവതാത്മഭാവം എന്ന് പറഞ്ഞാൽ ദേവതാ സ്വരൂപപ്രാപ്തി. അതിൽ വേദത്തിൽ നിർദ്ദേശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദേവതാ സ്വരൂപപ്രാപ്തി ഹിരണ്യഗർഭ പദപ്രാപ്തിയാണ്. ഹിരണ്യഗർഭസ്ഥാനത്തെ പ്രാപിക്കുക. ഒരു ജീവൻ തന്റെ ഉപാസനയിലൂടെ ആ ഹിരണ്യഗർഭസ്ഥാനം വരെ അയാൾക്ക് പ്രാപിക്കാവുന്നതാണ്. അശ്നതയെ പ്രാപ്നോതി. അതാണ് സമുച്ചയ അനുഷ്ഠാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്. നേരത്തെ 9ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ദേവതാ ഉപാസനയുടെ ഫലം ദേവതാ പ്രാപ്തിയാണ്, കർമ്മത്തിന്റെ ഫലം പിതൃലോകപ്രാപ്തിയാണെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് അനുഷ്ഠിച്ചാലും പറയുന്നത് ഫലം ദേവതാത്മപ്രാപ്തിയാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് രണ്ട് വ്യത്യാസങ്ങളുണ്ട്. കേവലമായ ഉപാസന, കർമ്മം ചിത്തശുദ്ധിയില്ലാതെ കേവലമായ ഉപാസനയിൽ തന്നെ ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഫലം കിട്ടാൻ താമസിക്കും. അത് മാത്രമല്ല, അയാളുടെ ചിത്തശുദ്ധിക്ക് അനുസരിച്ചുള്ള ഉപാസന ചെയ്യാൻ അയാൾക്ക് ശക്തി ഉണ്ടാകത്തുള്ളൂ.
ഇവിടെ പറയുന്ന മുഖ്യമായ ദേവതാ സ്വരൂപപ്രാപ്തി അയാൾക്ക് കിട്ടാൻ വളരെ ജന്മങ്ങൾ തന്നെ വേണ്ടിവരും. ചിത്തശുദ്ധി ഇല്ലാതെ അനുഷ്ഠിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വിദ്യയുടെ ഫലം ദേവതാ പ്രാപ്തിയാണെങ്കിലും അതിനും വ്യത്യാസമുണ്ട്. വിദ്യയുടെ ഫലം രണ്ടാണ്. ഒന്ന്, നമ്മൾ സാധാരണ പുരാണങ്ങളിലും മറ്റും പറയുന്ന പോലെ സാലോക്യം, സായുജ്യം. ദേവലോകം എന്ന് പറയുന്നുണ്ട്. ഈ ദേവലോകം എന്ന് പറയുന്നിടത്ത് കർമ്മം ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഭോഗഭൂമികളാണ്, അവിടെ പോയി അനുഭവിക്കാൻ പോകും. ദേവതാ സായുജ്യത്തെ പ്രാപിക്കുന്നവരുമുണ്ട്. അപ്പൊ ആ ദേവതാ സായുജ്യപ്രാപ്തിയാണ് ഇവിടെ ശ്രേഷ്ഠമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവതാ സായുജ്യപ്രാപ്തി, അതാണ് സമുച്ചയത്തിന്റെ ഫലം. അല്ലാതെ ദേവതാ ലോകത്തിലെ ഭോഗാനുഭവങ്ങളല്ല. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹിരണ്യഗർഭ പദപ്രാപ്തി അല്ലെങ്കിൽ അതുപോലെയുള്ള പദങ്ങളെ പ്രാപിക്കുന്നവൻ സാക്ഷാതായിട്ടല്ലെങ്കിലും ക്രമമായി മുക്തി നേടുന്നു എന്നാണ്. അതിനടുത്ത് പറയുന്നത് തദ് ഹി അമൃതം ഉച്ചത്. ഇതിന് അമൃതം എന്ന് പറയുന്നു. ഈ ദേവതാസ്വരൂപ പ്രാപ്തി അത് മോക്ഷത്തെ കൊടുക്കുന്നതാണ്. ഈ ആത്മഗമനം, ദേവതാസ്വരൂപഗമനം പ്രാപ്തി. അങ്ങനെയുള്ള ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ ദേവതാസ്വരൂപത്തെ പ്രാപിക്കുന്നവർ പരസ്യാന്തി കൃതാത്മാന പ്രവിശന്തി പരംപദം എന്ന് പറയും. ആ ഹിരണ്യഗർഭന്റെ കാലാവധി തീരുമ്പോൾ, അതായത് ഒരു കൽപ്പാന്തത്തിൽ അവരെല്ലാം അവിടെ നിന്ന് മുക്തരായിത്തീരുന്നു, ബ്രഹ്മലോകത്ത് നിന്ന് മുക്തരായിത്തീരുന്നു എന്നാണ്. ഇവിടെ പറയുന്നതനുസരിച്ച് ഈ ഉപരിലോകങ്ങൾ തന്നെ പലതാണ്. ദേവതാലോകങ്ങൾ, അതിലേറ്റവും ഉപരിയായിട്ടുള്ളതാണ് ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകത്തിൽ ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയങ്ങളുടെയൊക്കെ അനുഷ്ഠാനം കൊണ്ട് ഏറ്റവും ഉപരിഭാഗത്തെത്തുന്നവർ തിരിച്ചു വരുന്നില്ല എന്നാണ്. ദേവതാ സായുജ്യത്തെ പ്രാപിക്കുന്നവർ, കൃതാത്മാന പുണ്യാത്മാക്കൾ പ്രവിശന്തി പരംപദം, അവർ പരമപദത്തെ പ്രാപിക്കുന്നു എന്നാണ്. എപ്പോ പരസ്യാന്തേ, ആ ഹിരണ്യഗർഭന്റെ ആ സ്ഥാനം അവസാനിക്കുമ്പോൾ, അതായത് കൽപ്പാന്തത്തിൽ പ്രളയത്തോടുകൂടി അവർ മോക്ഷത്തെ നേടുന്നു. അതിനാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനിവിടെ അമൃതം എന്ന് പറഞ്ഞത്, അമൃതസ്ഥാനമാണ് എന്ന് പറഞ്ഞത്. അതിന് ജ്ഞാനകർമ്മ ഉപാസന സമുച്ചയിച്ച് അനുഷ്ഠിക്കണം. അതിനും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നിടത്തും സകാമമായിട്ടും നിഷ്കാമമായും അനുഷ്ഠിക്കാം. സകാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫലം അവിടെ കിട്ടത്തില്ല. അത് ഈ ഉപരി ലോകങ്ങളിലെത്തത്തേ ഉള്ളൂ, വീണ്ടും തിരിച്ചു വരേണ്ടി വരും. നിഷ്കാമമായി അനുഷ്ഠിക്കുന്നവർക്കാണ് ഈ പറയുന്ന ചിത്തശുദ്ധിയും ദേവതാ സായുജ്യപ്രാപ്തിയും മോക്ഷവും ഉണ്ടാകുന്നത്. ആ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പല ഭാഗങ്ങളിലായി ചർച്ച ചെയ്യും. അതിനിവിടെ നിന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ജ്ഞാനകർമ്മങ്ങൾ, അതായത് ഉപാസനാകർമ്മങ്ങൾ, അത് സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നു. അധികാരികളെ മൂന്നായി തിരിക്കുന്നു: ഉത്തമൻ, മധ്യമൻ, കനിഷ്ഠൻ. പൊതുവെ ഒരു തരത്തിലുള്ള വിഭജനത്തിൽ പറയുന്നത് കനിഷ്ഠാധികാരികൾക്ക് കർമ്മം, കേവലമായ കർമ്മം അല്ലെങ്കിൽ കേവലമായ ഉപാസന, അത് കനിഷ്ഠാധികാരികൾക്ക്. അതിൽ തന്നെ സ്വാഭാവികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും വരും, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും വരും. സ്വാഭാവിക ഉപാസനകൾ ചെയ്യുന്നവരും വരും, വൈദിക ഉപാസനകൾ ചെയ്യുന്നവരും വരും. അതിൽ ശ്രേഷ്ഠന്മാര് വൈദിക കർമ്മം അല്ലെങ്കിൽ വൈദിക ഉപാസനകൾ ചെയ്യുന്നവരാണ്. ഇനി മധ്യമം എന്ന് പറയുന്നിടത്താണ് ഇത് വരുന്നത്, ജ്ഞാനകർമ്മ സമുച്ചയം, അതായത് ഉപാസന കർമ്മ സമുച്ചയം. അത് മധ്യമൻ അധികാരികളാണ്. കേവല കർമ്മ കേവല ഉപാസനകൾ ചെയ്യുന്നവരെക്കാൾ ശ്രേഷ്ഠമാണ് ഇതിനെ സമുച്ചയിച്ച് ചെയ്യുന്നവർ. ഉത്തമം എന്ന് പറയുമ്പോൾ കേവലമായ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഉത്തമം, കേവലമായ ജ്ഞാനം. അവിടെയാണ് സർവകർമ്മ സന്യാസ പൂർവകമായിട്ടുള്ള ജ്ഞാനം വരുന്നത്.
ജ്ഞാനനിഷ്ഠ വരുന്നത് അത് ഉത്തമന്മാരിൽ മാത്രം. അങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരികളായിട്ടുള്ളവർ അപൂർവമാണ്. പൊതുവെ ജീവന്മാരെല്ലാം അധികാരികളായിരിക്കുന്നു. ഒന്നുകിൽ കനിഷ്ഠാധികാരികൾ, കേവല കർമ്മ കേവല ഉപാസനയ്ക്ക് അധികാരികൾ, അല്ലെങ്കിൽ മധ്യമാധികാരികളാണ്. കർമ്മവും ഉപാസനയും അനുഷ്ഠിക്കുക, ഒരുമിച്ച് അനുഷ്ഠിക്കുക, അതാണ് സ്വീകാര്യമായിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന ദേവത ഉപാസനകളും ധ്യാന സമ്പ്രദായങ്ങളും എല്ലാം ഉപാസനയിൽപ്പെടുന്നതാണ്. അതിന്റെയൊക്കെ മൂലരൂപം വേദത്തിൽ കിടക്കുന്നു. വേദത്തിൽ ഈ പറയുന്ന ഉപാസനകൾ, കർമ്മങ്ങൾ അതെല്ലാം പിന്നീട് പൗരാണിക കാലത്തിലേക്ക് വന്നു. അതിന്റെ രൂപങ്ങൾക്കെല്ലാം മാറ്റം വന്നു. മറ്റു പലതരത്തിലുള്ള ദേവതാഭാവങ്ങൾ, ഉപാസനകളും ഒക്കെ വന്നു. അതിന്റെയൊക്കെ സൂക്ഷ്മരൂപമായി വേദത്തിൽ തന്നെയാണ്. പുരാണ കാലത്തിലേക്ക് പ്രചരിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ കൂടുതലും പ്രചരിച്ചിരിക്കുന്ന ഈ പറയുന്ന ദേവത ഉപാസനകളും നിഷ്കാമ കർമാനുഷ്ഠാനങ്ങളുമാണ്, അല്ലെങ്കിൽ സകാമ കർമാനുഷ്ഠാനങ്ങളുമാണ്. ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ള ഒരു മാർഗം. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആധ്യാത്മിക സാധനങ്ങൾ എല്ലാം ഈ വൈദികമായ അദ്വൈത ദർശനത്തിന്റെ കാഴ്ചപ്പാടിൽ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഈ മധ്യമ മാർഗത്തിൽ വരും. മധ്യമ അധികാരികൾക്കുള്ള മാർഗങ്ങളായിട്ട് വരും. അതായത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപാസന കർമ്മ സമുച്ചയമാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലമായിട്ടുള്ള. അതുകൊണ്ട് ഈ ജ്ഞാനകർമ്മ സമുച്ചയം, ഉപാസനാ കർമ്മ സമുച്ചയം രണ്ടും നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ജ്ഞാനകർമ്മ സമുച്ചയത്തെ ശങ്കരാചാര്യൻ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആശ്രമത്തിൽ താമസിക്കുന്നില്ല, ജ്ഞാനിയായി പോവുകയാണ് എന്നാലും ധരിച്ചു കളയരുത്. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ അനുഷ്ഠേയമായി പറഞ്ഞിരിക്കുന്ന ഉപാസന കർമ്മ സമുച്ചയം, അതിന്റെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ ജ്ഞാനകർമ്മങ്ങളെ സമുച്ചയിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് സമുച്ചയിപ്പിക്കുന്നില്ല? നമ്മുടെ കയ്യിൽ ജ്ഞാനമില്ല സമുച്ചയിപ്പിക്കാൻ. അതുകൊണ്ട് ഇല്ലാത്തതിനെങ്ങനെ സമുച്ചയിപ്പിക്കും? നമ്മുടെ കയ്യിൽ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ കർമ്മമായിട്ട് സമുച്ചയിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഉപാസനയാണ്. അതിനെ നമ്മൾ കർമ്മമായി സമുച്ചയിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാകും. അപ്പൊ അവിടെ വേറെ ചോദ്യം വരും ചിന്തിക്കുന്നവർക്കാണെങ്കിൽ, അല്ലാത്തവർക്ക് വരത്തില്ല. അതായത് കർമ്മത്തിന് അധികാരി അജ്ഞനാണെന്ന് പറഞ്ഞു. കർമ്മി എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമിയാണെന്ന് പറഞ്ഞു. ആ അജ്ഞനായ കർമാധികാരിക്കാണ് കർമാനുഷ്ഠാനം. ആ കർമാനുഷ്ഠാനമുള്ളവനാണ് നിഷ്കാമ കർമ്മവും വരുന്നതെന്ന് പറഞ്ഞ അജ്ഞന്. അപ്പൊ പിന്നെ സന്യാസിമാർക്ക് അല്ലെങ്കിൽ ബ്രഹ്മചാരിമാർക്കൊക്കെ എങ്ങനെ ഉപാസന കർമ്മ സമുച്ചയം എങ്ങനെ സംഭവിക്കും? കാരണം അവരിൽ കർമ്മം വരുന്നില്ലല്ലോ. നമ്മൾ നേരത്തെ വേർതിരിച്ച അതനുസരിച്ച് അവർ കർമ്മമേ വരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവരിൽ ഈ കർമ്മ സമുച്ചയം വരും? അതിന് പറയുന്നത്, ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസപൂർവമായ ജ്ഞാനനിഷ്ഠ, അതിന് ജ്ഞാനമുള്ളവർക്കേ പറ്റും. അങ്ങനെ ജ്ഞാനമില്ലാത്തവർക്ക് ആ ജ്ഞാനനിഷ്ഠയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ള സന്യാസമാണ് നമ്മൾ സാധാരണ പറയുന്ന വിവിധിഷാ സന്യാസം എന്ന് പറയും. ആ വിവിധിഷാ സന്യാസത്തിൽ അവിടെ ഈ ഉപാസന കർമ്മസമുച്ചയമാകാം. അദ്വൈതികൾക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് മുമുക്ഷത്വമുണ്ട്, പക്ഷെ അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള കർമ്മ ത്യാഗത്തിനുള്ള യോഗ്യത വന്നിട്ടുണ്ട്. പൂർണ്ണമായ കർമ്മം ത്യജിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് വിധി നിഷേധങ്ങൾക്ക് അതീതമായിട്ടുള്ള ആ സന്യാസമാർഗത്തിൽ, വിദ്വത് സന്യാസത്തിൽ സഞ്ചരിക്കാൻ ഒക്കത്തില്ല.
അപ്പൊ പിന്നെ അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഈ വിവിധിഷാ സന്യാസം എന്ന് പറയുന്നതെന്ന് വെച്ചിരിക്കുന്നത്. ആ വിവിധിഷാ സന്യാസത്തിന്റെ തുടക്കത്തിൽ അയാൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അപ്പൊ വിവിധിഷാ സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബ്രഹ്മചര്യം വരും. ബ്രഹ്മചര്യ അനുഷ്ഠാനത്തോടുകൂടി അതിന് യോജിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അവിടെ മറ്റു ഉപാസനകൾ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ചു പോകുന്ന ഒരു സന്യാസ രീതിയാണ് നമ്മൾ ഈ കാണുന്ന ആശ്രമ സന്യാസങ്ങളും ഈ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം വരുന്നത് അതിനകത്താണ്. അപ്പൊ അവിടെ ജീവിക്കുന്നവർക്ക് നിയമങ്ങളുണ്ട്, ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിക്കണം. വിധി നിഷേധങ്ങൾക്ക് അതീതമൊന്നുമല്ല. അവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ അവിടെ പിന്നെ കാമനകളില്ലാത്തതുകൊണ്ട് നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അത് ഏത് കർമ്മം എന്നുള്ളത് അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ച് ഉപാസനകൾ ശീലിക്കുന്നു. അപ്പൊ അത് സന്യാസത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തി നമ്മൾ സന്യാസം എന്ന് പറയുന്ന അദീക്ഷ സ്വീകരിച്ചാലും അവിടെയും വീണ്ടും അയാളിൽ കർമ്മവും ഉപാസനയും വീണ്ടും നിൽക്കും. പിന്നെ ആ സന്യാസധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കാം. അപ്പൊ നമ്മളൊരു ചടങ്ങ് നടത്തി, വിരജാഹോമം നടത്തി സന്യാസം സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അയാൾ ജ്ഞാനിയാകുന്നില്ലല്ലോ. വീണ്ടും അയാൾ വിവിധിഷാ സന്യാസത്തിന്റെ പാതയിൽ തന്നെ. അവിടെ അയാൾക്ക് കർമ്മങ്ങളുണ്ട്, നിഷ്കാമ കർമ്മങ്ങൾ. അവിടെ പിന്നെ കാമനയില്ല, സ്വാർത്ഥതയില്ല, കാമനയില്ല. അതുകൊണ്ട് നിഷ്കാമ കർമ്മങ്ങളുമുണ്ട്, മറ്റുപാസനകളും എല്ലാം വരുന്നുണ്ട്. അതിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് അവിടെ ശ്രവണ മനന നിധ്യാസനങ്ങളും ജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ. അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേദാന്ത ശ്രവണം എന്നൊക്കെ പറയുന്നത് ജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞമാണ്. ജ്ഞാനിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ജ്ഞാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ് ശ്രവണം മനനം എന്നെല്ലാം പറയുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നടക്കും. കർമ്മങ്ങളും അവിടെ നടക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ സന്യാസത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന പരമമായ സന്യാസം അതിലിതൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്ന ഈ സന്യാസം, ഈ പറയുന്ന വിവിധിഷാ സന്യാസം എന്ന് പറയുന്നതിൽ ഇതൊക്കെ ഉണ്ട്. അവിടെ കർമ്മവും ഉപാസനയും എല്ലാം ഉണ്ട്. നിഷ്കാമ കർമ്മവും ഉപാസനയും മറ്റ് ശ്രവണ മനനങ്ങളും എല്ലാം അതിനകത്ത് വരാം. അതിന്റെ സ്ഥാനം ഈ ദർശനം അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ട് കർമ്മത്തെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, ശക്തി വരുന്നില്ല, കർമ്മവാസന ഇരിക്കുന്നു. എന്നാൽ മുമുക്ഷത്വമുണ്ട്. അവനെ ഇത് രണ്ടും കൊണ്ടുപോയാലേ പറ്റൂ. ശങ്കരാചാര്യർ നിഷേധിക്കുന്ന ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതല്ല, ഗൃഹസ്ഥാശ്രമവും സന്യാസവും കൂടെ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതിനാണ് നിഷേധിക്കുന്നത്. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞു. അത് ആ ജ്ഞാനകർമ്മ സമുച്ചയത്തെയാണ് ശങ്കരാചാര്യർ നിഷേധിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും മനസ്സിലാക്കണം. ഗൃഹസ്ഥ ആശ്രമത്തിലുള്ള ആത്മീയ സാധനങ്ങളെയും നിഷേധിക്കുന്നില്ല, സന്യാസാശ്രമത്തിലുള്ള കർമ്മത്തെയും നിഷേധിക്കുന്നില്ല. സന്യാസാശ്രമത്തിൽ അതിന് യോജിച്ച കർമ്മങ്ങളുണ്ടാണ്, അതിന് സ്വീകാര്യമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെ നിഷേധിക്കുന്നില്ല അദ്വൈതത്തിൽ. അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമിയുടെ ആത്മീയ സാധനങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയും നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ രണ്ട് ധർമ്മങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെയാണ് സർവകർമ്മ സന്യാസം, സർവകർമ്മ സന്യാസത്തിൽ തന്നെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഭാഗത്തെയാണ് നിഷേധിക്കുന്നത്. അതിന് കർത്തൃത്വം അകർത്തൃത്വം എന്ന് പറയുന്ന രണ്ട് തലമാണ്. ആ രണ്ട് തലങ്ങൾ ഒരുമിച്ചിരിക്കില്ല എന്നാണ് നിഷേധിക്കുന്നത്. അതാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. അതേസമയം ഉപാസന കർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിന് ആശയക്കുഴപ്പം വരും. ഗൃഹസ്ഥന് ആത്മീയതയെ നിഷേധിക്കുന്നില്ല. ഗൃഹസ്ഥവും സന്യാസവും ഗർഹസ്ഥവും സന്യാസവും ഒന്നാണ് എന്ന് പറയുന്നതിനാണ് നിഷേധിക്കുന്നത്. രണ്ട് തന്നെയാണ്.
അതിനെയാണ് നിഷേധിക്കുന്നത്. പിന്നെ മോക്ഷത്തിന് സർവകർമ്മ ത്യാഗപൂർവകമായിട്ടുള്ള ജ്ഞാനം അത് കൂടിയേ തീരുമെന്നാണ് ശങ്കരാചാര്യരുടെ പക്ഷം. അപ്പൊ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും, നിഷ്കാമകർമ്മമായാലും ശരി, നിഷ്കാമ ഉപാസനകളായാലും ശരി, ഇതെല്ലാം അവസാനിച്ച് ജ്ഞാനപ്രാപ്തി നേടി മോക്ഷത്തിലെത്തിച്ചേരുന്നു എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. ഇതെല്ലാം അവസാനിക്കുന്ന ഒരിടം വരും. ഈ സാധനയിൽ നിൽക്കുന്നിടത്തോളം കാലം അത് തന്നെ തെളിവാണ് അയാൾ സാധ്യത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതിന്. അപ്പൊ സാധനങ്ങളിൽ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ മോക്ഷം സംഭവിക്കുന്നില്ല. അപ്പൊ ആ സാധനങ്ങളെല്ലാം പരിത്യജിക്കും. അത് സ്വാഭാവികമായി അതില്ലാതായി പൂർണ്ണമായ സാധ്യാവസ്ഥയിൽ നിൽക്കണം, സിദ്ധാവസ്ഥയിൽ നിൽക്കണം. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അതാണ് സർവകർമ്മ സന്യാസം ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ജീവന്റെ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഗതിയിൽ ഇതിനെല്ലാം ഓരോ സ്ഥാനങ്ങളുണ്ട് സർവത്തിനും. ആ എല്ലാ സ്ഥാനങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഈ അദ്വൈത ദർശനം അല്ലെങ്കിൽ ശാങ്കര ദർശനം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മചര്യം ഉണ്ട്, ഗാർഹസ്ഥ്യമുണ്ട്, അതിൽ തന്നെ പലതരത്തിൽ ഉണ്ട്, സന്യാസമുണ്ട്, അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കർമ്മത്തിന് സ്ഥാനമുണ്ട്, ഉപാസനയ്ക്ക് ഉണ്ട്, സകാമ കർമ്മത്തിന് സ്ഥാനം, നിഷ്കാമ കർമ്മത്തിന് സ്ഥാനം, സകാമ ഉപാസനകൾക്ക് നിഷ്കാമ ഉപാസനകൾക്ക് എല്ലാ സ്ഥാനങ്ങളുണ്ട്, പല പല ഘട്ടങ്ങളിൽ. അതിൽ ചിലത് സമുച്ചയിക്കാം, ചിലത് ക്രമമായി അനുഷ്ഠിക്കാം. ഗാർഹസ്ഥ്യവും സന്യാസവും ക്രമമായി അനുഷ്ഠിക്കുന്നു, കർമ്മങ്ങളും ഉപാസനകളും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ഒരു ജീവനിൽ പല ജന്മങ്ങളിൽ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. ഒരു ജന്മത്തിൽ ചിലപ്പോൾ അത് എല്ലാം ഒരുമിച്ച് വന്നെന്നിരിക്കില്ല, ഇതെല്ലാം ഒരു ജന്മത്തിൽ സാധിക്കണമെന്നില്ല, പല ജന്മങ്ങളായി ഇതെല്ലാം സംഭവിച്ചിരിക്കും എന്നാണ്. ഒരാൾ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ജീവിക്കുന്നു, ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിൽ ഗൃഹസ്ഥാശ്രമധർമ്മം അയാൾ അനുഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ അത് അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം പൂർവ്വജന്മങ്ങളിൽ കഴിഞ്ഞാണ്. ആ രീതിയിൽ ഒരു ജീവനിൽ, ഒരു ജന്മത്തിലല്ല, ഒരു ജീവനിൽ ഇതിനെല്ലാത്തിനും സ്ഥാനം അംഗീകരിക്കുന്നു അദ്വൈത ദർശനത്തിൽ. പിന്നെ ഇന്നത്തെ ഈ ജന്മത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമായിട്ടും പ്രാക്തന സംസ്കാരം, പൂർവ്വ സംസ്കാരം. ആ പൂർവ്വ സംസ്കാരം അനുസരിച്ച് ഒരാൾ ബ്രഹ്മചര്യത്തിലോ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിലോ സന്യാസത്തിലോ അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെയൊക്കെ കടന്നു പോകുന്നു. അതിന് പ്രധാനമായി പറയുന്നത് പൂർവ്വ സംസ്കാരമാണ്. അതിനനുസരിച്ച് അയാളുടെ വിവേകം ഉണ്ടാകുന്നു, അതനുസരിച്ച് അയാൾ ആ മാർഗത്തിലൂടെ ആ ജീവൻ സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ 11ാമത്തെ മന്ത്രത്തിൽ പറയുന്നതിന്റെ താല്പര്യം സമുച്ചയമായി അനുഷ്ഠിക്കുക എന്നാണ്. മധ്യമാധികാരി സമുച്ചയാനുഷ്ഠാനത്തിലൂടെ എന്തിനു വേണ്ടി? മുമുക്ഷത്വം ഉള്ള ആളുടെ മോക്ഷത്തെ ഉദ്ദേശിച്ച് സമുച്ചയമായി അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ഉപാസനയും കർമ്മത്തെയും കുറിച്ച് പറയുകയാണ്. ഉപാസനയെ കുറിച്ച് പറയണം. കർമ്മങ്ങൾ, ഉപാസനകൾ വേദത്തിൽ പലതരത്തിലുണ്ട്. ഇനി വേറൊരു ഉപാസനയെ കുറിച്ച് പറയും. അധുന വ്യാകൃത അവ്യാകൃത ഉപാസനയോഹു സമുച്ചിതീഷയ പ്രത്യേകം നിന്ദ ഉച്യതേ. നേരത്തെ ദേവത ഉപാസനയും കർമ്മത്തെയും സമുച്ചയിക്കാൻ പറഞ്ഞു. ഇനി മറ്റു രണ്ട് ഉപാസനകളുടെ സമുച്ചയത്തെക്കുറിച്ച് പറയുന്നത്. ഇത് വേദത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഉപാസനകളാണ്. ആണ് പറയുന്നത് അധുന ഇപ്പോൾ വ്യാകൃത അവ്യാകൃത ഉപാസനയോ, വ്യാകൃത ഉപാസന അവ്യാകൃത ഉപാസന സമുച്ചിതീഷയ സമുച്ചയിക്കാനുള്ള താല്പര്യം കൊണ്ട് പ്രത്യേകം നിന്ദ, പ്രത്യേക അനുഷ്ഠാനത്തെ നിഷേധിക്കുന്നു. നിന്ദ ഉച്ചത, അതിന് നിഷേധം പറയും. ഇനി പറയാൻ പോകുന്നത് രണ്ടു തരത്തിലുള്ള ഉപാസനകളാണ്. ഇവിടെ സംഭൂതി, അസംഭൂതി, സംഭൂതി അല്ലെങ്കിൽ വിനാശം എന്നെല്ലാം പറയും. അത് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മലയാളം വ്യാഖ്യാനങ്ങൾ എടുത്ത് വായിക്കുന്നവർ ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അർത്ഥം വിദ്യ എന്ന് പറഞ്ഞാൽ ദേവത ഉപാസന, അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം. കഴിഞ്ഞ 3 മന്ത്രങ്ങളിൽ 9, 10, 11 ഈ 3 മന്ത്രങ്ങളിലും ഈ 2 ശബ്ദങ്ങളുടെയും അർത്ഥം ഇതാണ്. സാധാരണ വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് ഒരാളുടെ സ്വതന്ത്രമായ വ്യാഖ്യാനമാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പല വ്യാഖ്യാതാക്കൾ എഴുതുന്നത് ഞങ്ങളുടെ വ്യാഖ്യാനം ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം അനുസരിച്ചാണ്. എന്നിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം. പക്ഷെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിരിക്കുന്ന വിദ്യ എന്ന് പറഞ്ഞാൽ ദേവതോപാസന, അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം. അതിന് മാറിപ്പോകരുത്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന രണ്ട് പദങ്ങളാണ് സംഭൂതി, അസംഭൂതി. ഇതിന് ആചാര്യസ്വാമിയുടെ വ്യാഖ്യാനം എന്താണ്, മറ്റുള്ളവരെങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. 12ാമത്തെ മന്ത്രം. അന്ധം തമ പ്രവിശന്തി യേ അസംഭൂതിം ഉപാസത്തെ തതോ ഭൂയ ഇവതേ തമോ യൗ സംഭൂത്യാം രതാഃ. കഴിഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. വിദ്യാം ദേവത ഉപാസനയെയും അവിദ്യാം കർമ്മത്തെയും ഉഭയം സഹ, ഉഭയം രണ്ടിനെയും സഹ ഒരുമിച്ച് യഹ ഏതൊരുവനാണോ വേദ അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയുന്നത്, സഹ അവൻ ഏതിനാണോ അതിനെ എന്ന് തത്തെന്നുള്ള ചേർത്ത് മനസ്സിലാക്കണം. ഏതിനാണോ അതിനെ അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയുന്നത് അവൻ അവിദ്യയാ കർമാനുഷ്ഠാനത്തിലൂടെ മൃത്യും സ്വാഭാവികമായ സഹജമായ കർമ്മങ്ങളെ തീർത്തു അതിക്രമിച്ചിട്ട് വിദ്യയ ദേവതോപാസനയിലൂടെ അമൃതം ദേവതാ സ്വരൂപപ്രാപ്തിയെ അശ്നത്തെ അനുഭവിക്കുന്നു എന്നാണ് ഭാഷ്യം അനുസരിച്ചുള്ള അർത്ഥം. ഇനി അടുത്ത മന്ത്രം നോക്കുക. എന്താ 12ാമത്തെ മന്ത്രം. അന്ധം തമഹ പ്രവിശന്തി യേ അസംഭൂതിം ഉപാസത്തെ തതഃ ഭൂയ ഇവ തേ തമഃ യഹ സംഭൂത്യാം രതാഃ. ഞാൻ വായിക്കാം. അന്ധം തമ പ്രവിശന്തി യേ സംഭൂതിം ഉപാസത്തെ തതോ ഭൂയ ഇവ തേ തമോ യൗ സംഭൂത്യാം രതാഃ. അന്ധം തമഃ പ്രവിശന്തി യേ അസംഭൂതിം. സംഭവനം സംഭൂതി സ യസ്യ കാര്യസ്യ സ സംഭൂതി തസ്യ അന്യ അസംഭൂതി പ്രകൃതി കാരണം അവിദ്യ അവ്യാകൃതാഖ്യ താം അസംഭൂതിം അവ്യാകൃതാഖ്യാം പ്രകൃതിം കാരണം അവിദ്യാം കാമകർമ്മ ബീജഭൂതാം അദർശനാത്മികാം ഉപാസത്തെ. തദനുരൂപമേവ അന്ധം തമഃ അദർശനാത്മകം പ്രവിശന്തി. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അന്ധം തമഃ പ്രവിശന്തി യേ അസംഭൂതിം ഉപാസതേ. അതിൽ അസംഭൂതി എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുന്ന അസംഭൂതി സംഭവനം സംഭൂതി. സംഭവനം സമ്യക്കായി ഭവിക്കുക, ഉണ്ടാകുക.
ജനിക്കുക എന്നർത്ഥം. അതാണ് സംഭവനം എന്ന് വെച്ചാൽ ജനിക്കുക എന്നർത്ഥം. അതാണ് സംഭൂതി എന്ന് പറയുന്നത്. അപ്പൊ ജനനം എന്നായി, ഉത്പത്തി എന്നായി. സ യസ്യ കാര്യസ്യ ധർമ്മ എന്നർത്ഥം. ആ ഉത്പത്തി ജനനം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന്റെ ധർമ്മമായിരിക്കുന്നുവോ എന്നുവെച്ചാൽ ഉത്പത്തിയോട് കൂടിയിരിക്കുന്ന ഏതെന്നാണോ സ സംഭൂതി, അതിനാണ് സംഭൂതി എന്ന് പറയുന്നത്. ആ സംഭൂതി എന്താണെന്ന് ഇനി പറയും. സംഭൂതി എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ കാര്യബ്രഹ്മം എന്നാണ് ഇവിടെ. കാരണം അതിന് ഉത്പത്തിയുണ്ട്. ഉത്പത്തി എന്ന ധർമ്മത്തോടുകൂടിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് ഉത്പത്തിയില്ല, പക്ഷെ കാര്യബ്രഹ്മത്തിന് ഉത്പത്തിയുണ്ട്. സ്വാഭാവികമായി അത് ജനിക്കുന്നു എന്ന് പറയുന്നു. സംഭൂതി എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, സംഭവിച്ചത് കാര്യബ്രഹ്മമാണ്, ഹിരണ്യഗർഭനാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. തസ്യാഹ അന്യ, അതിൽ നിന്നും അന്യമായിട്ടുള്ളത് അസംഭൂതി എന്നുവെച്ചാൽ ജനിക്കാത്തത്, അനാദിയായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അനാദിയായിരിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പുരുഷൻ, മറ്റൊന്ന് പ്രകൃതി. ഇവിടെ അസംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെയല്ല, പ്രകൃതിയാണ്. ഭാഷ്യമനുസരിച്ച് സംഭൂതി എന്ന് പറയുന്നത് കാര്യബ്രഹ്മവും അസംഭൂതി എന്ന് പറയുന്നത് പ്രകൃതിയുമാണ് എന്നാണ് പറയുന്നത്. പ്രകൃതി അടുത്ത് പറയുന്നു. കാരണം സർവത്തിനും കാരണമായിരിക്കുന്നു. ഈ സംഭൂതിക്കും കാരണമായിരിക്കുന്നു, ഹിരണ്യഗർഭ ഉത്പത്തിക്കും കാരണമായിരിക്കുന്നു. അതിന് മറ്റൊരു പേരാണ് അവിദ്യ. അതിനെ തന്നെ പറയുന്നു അവ്യാകൃതാഖ്യ. അവ്യാകൃതം എന്നു പേരുള്ളതാണ്. അതിനെ ശ്രുതിയിൽ അവ്യാകൃതം എന്ന് പറയുന്നു. താം, ആ അവ്യാകൃതത്തെ അതിനെ തന്നെ വിശദീകരിക്കുന്നു അസംഭൂതിം. അവ്യാകൃതാഖ്യാം പ്രകൃതിയും, അവ്യാകൃതം എന്നു പേരുള്ള പ്രകൃതിയെ, കാരണം അത് സർവത്തിനും കാരണമാണ്. അവിദ്യാം കാമകർമ്മ ബീജഭൂതാം, കാമകർമ്മങ്ങൾക്കെല്ലാം ബീജമായിരിക്കുന്നത്. അതിൽ നിന്നാണ് സർവകാമങ്ങളും സർവകർമ്മങ്ങളും ഉണ്ടാകുന്നത്. അനാദിയായി ജീവന്മാർ അവരുടെ സംസ്കാരത്തെ സഞ്ചയിക്കുന്നത് ഇതിലാണ്. അതുകൊണ്ട് തന്നെ അനാദിയായുള്ള കാമങ്ങളും കർമ്മങ്ങളും ഈ പ്രകൃതിയിലാണ് ലയിച്ചിരിക്കുന്നത്. അദർശനാത്മിക, അത് അദർശന രൂപത്തിലുള്ളതാണ്, അജ്ഞാന രൂപത്തിലുള്ളതാണ്. അതിനെ ഉപാസതേ, അതിനാരാണ് ഉപാസിക്കുന്നത് എന്നാണ്. കാരണം ഈ പ്രകൃതിയിൽ നിന്നാണ് സർവ്വവും ഉണ്ടായി വരുന്നത്. ഈ സൃഷ്ടി സർവ്വവും ഈ നാനാരൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഈ സൃഷ്ടിക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത് നിർഗുണ ബ്രഹ്മമല്ല, മറിച്ച് ഈ പ്രകൃതിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജീവന്മാര് ഈ പ്രകൃതിയെ വളരെ ശ്രേഷ്ഠമായി കാണും. കാരണം ഇത്രയും വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണല്ലോ പ്രകൃതി. അതുകൊണ്ട് ഈ പ്രകൃതി ഉപാസിച്ചു പോവും. പ്രകൃതിയാണ് ശ്രേഷ്ഠം എന്നുള്ള ഭാവത്തിൽ അതിനെ ഉപാസിക്കും. അങ്ങനെ ഉപാസിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഉപാസിക്കുന്നവര് പിന്നീട് ആ പ്രകൃതിയിൽ ലയിക്കുന്നു എന്നാണ്. അവരെ പ്രകൃതി ലയന്മാർ എന്ന് പറയുന്നു. പുരാണങ്ങളിൽ പറയുന്നുണ്ട് പ്രകൃതി ലയന്മാരെ കുറിച്ച്. ആ പ്രകൃതി ഉപാസിക്കുന്നതിന് കാരണം ഇതാണ്. കാരണം ഈ സൃഷ്ടിക്ക് മുഴുവൻ കാരണമായിരിക്കുന്ന ആ പ്രകൃതിയാണ്. അതുകൊണ്ട് ആ പ്രകൃതിയെ ഉപാസിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ പ്രകൃതിയുടെ എല്ലാ സ്വരൂപവും അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ്? അത് കാമകർമ്മങ്ങൾക്കെല്ലാം ബീജമാണ്, അത് അദർശന ആഭരണ രൂപത്തിലുള്ളതാണ്. അങ്ങനെയുള്ള ആ പ്രകൃതിയെ ഉപാസിക്കുന്നു. ഉപാസിച്ചാൽ അവരെന്ത് ചെയ്യുന്നു? ആ പ്രകൃതിയുടെ സ്വരൂപമായ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്തിനാണ് അതിനെ ഉപാസിക്കുന്നത്? പറയുന്നതോടെ അന്ധകാരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ദുഃഖാനുഭവമില്ല, സുഖാനുഭവമില്ല. വെറും ആവരണമാണ്. മയക്കമരുന്ന് കഴിക്കുന്നവന് മോഹത്തിൽ അവർ ആണ്ടുപോകുന്നു. ഇന്ദ്രിയ ഉപാസകന്മാര്, മനസ്സിന് ഉപാസകന്മാര്, അതുപോലെ തന്നെ പ്രകൃതിയെ ഉപാസിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ആ പ്രകൃതിയെ ഉപാസിക്കുന്നവർ ഒടുവിൽ പ്രകൃതി ലയന്മാരായി അനേകം മന്വന്തരങ്ങൾ ആ പ്രകൃതിയിൽ തന്നെ ലയിച്ചു കിടക്കുന്നു. അത് മോക്ഷമല്ല എന്നാണ്, വീണ്ടും ജനിക്കേണ്ടി വരുന്നു എന്നും മറ്റും പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്, എന്നും പറയുന്നുണ്ട്.
അതിനാണ് ഇവിടെ പറയുന്നത് കാമകർമ്മ ബീജഭൂതാം അദർശനാത്മിക ഉപാസതേ യേ തേ. അവരതിനെ ഉപാസിക്കുന്നുണ്ട്. തദനുരൂപമേവ, അവരുടെ ഉപാസനയ്ക്ക് അനുരൂപമായ രീതിയിൽ തന്നെ അന്ധം തമഹ, അദർശനാത്മകമായ ആ തമസ് ഇരുട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നർത്ഥം. ആ പ്രകൃതി ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ പൗരാണികമായി വരുന്ന ദേവി ഉപാസനയല്ല. അവിടെ ദേവിയെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന അദർശന കാമകർമ്മ ബീജരൂപത്തിൽ ഉള്ള അജ്ഞാന രൂപത്തിലുള്ള പ്രകൃതിയല്ല അവിടെ ഉപാസിക്കുന്നത്. അവിടെ ദേവി ഉപാസിക്കുമ്പോൾ അവിടെ സച്ചിദാനന്ദ സ്വരൂപിണിയായിട്ടാണ് പരബ്രഹ്മത്തിനെ തന്നെ ഉപാസിക്കുന്നതാണ്. അതല്ല ഇവിടെ പറയുന്നത്. അത് ആ ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അവിടെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന് തന്നെ ദേവീഭാവത്തിൽ ഉപാസിക്കുന്നതാണ്. അതിനല്ല ഇവിടെ പറയുന്നത്. ഇവിടെ കേവല പ്രകൃതി ഉപാസിക്കുന്നു. ജഡാത്മികയായിരിക്കുന്ന അന്ധകാരാത്മകമായിരിക്കുന്ന ആ പ്രകൃതി കാമകർമ്മ ബീജമായിരിക്കുന്ന ഒരു വൈദിക ഉപാസനയാണ്. അങ്ങനെയുള്ള പ്രകൃതിയുടെ ഉപാസനയെക്കുറിച്ച് പറയുകയാണ്. തതഹ, അങ്ങനെ ഉള്ള പ്രകൃതി ലയന്മാര്, പ്രകൃതി ഉപാസിക്കുന്നവർക്ക് പ്രകൃതി ലയം എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. തതഹ തസ്മാദപി ഭൂയോ ബഹുതരം, അതിനേക്കാളും കഷ്ടമാണ്. ഇവ തമപ്രവിശന്തി, അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു. യൗ, ആരാണോ സംഭൂത്യാം കാര്യബ്രഹ്മണി ഹിരണ്യഗർഭാഖ്യ രതാഹ, കേവലം ആ ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നു. അതിനും വലിയ തമസിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയും ഹിരണ്യഗർഭ ഉപാസന. പറഞ്ഞല്ലോ, കർമ്മങ്ങളിൽ എങ്ങനെയാണോ സകാമ നിഷ്കാമ ഭാവങ്ങളുള്ളത്, അതുപോലെ തന്നെ ഉപാസനയിലും ഉണ്ട് സകാമ നിഷ്കാമ ഉപാസന. സകാമ ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് അണിമാതി ഐശ്വര്യപ്രാപ്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നവർ അതിനും അന്ധകാരത്തിലേക്ക് പോകുന്നു. പ്രകൃതിയെ ഉപാസിക്കുന്നവർ ആ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നവർ ഉപാസനയുടെ ഫലം തീരുമ്പോൾ അവർക്ക് വീണ്ടും വരാം. പക്ഷേ ഈ ഹിരണ്യഗർഭ ഉപാസന സകാമമായി അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്താണ്? അണിമാതി ഐശ്വര്യപ്രാപ്തികളാണ്. അണിമ മഹിമ എന്നൊക്കെ പറയുന്നു. ഈ ഐശ്വര്യപ്രാപ്തി എന്ന് പറയുന്നവനെ അതിനും വലിയ അന്ധകാരത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. സാധാരണ ജീവന്മാർ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ആ സിദ്ധിവിശേഷങ്ങൾ ആ ജീവനെ അതിനും വലിയ അന്ധകാരത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് രതാഹ, അതിൽ രമിക്കുന്നവർ, ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടി അങ്ങനെ ഉപാസിക്കുന്നവർ, കാര്യബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ അതിനും വലിയ അന്ധകാരത്തിലേക്ക്. കാരണം അത് ബഹുതര ഫലങ്ങളെ ഉണ്ടാക്കുന്നു. സ്വർഗനരകാദി ഫലങ്ങളെ വീണ്ടും അതുണ്ടാക്കുന്നു. ആ അണിമാതി ഐശ്വര്യപ്രാപ്തി കൊണ്ട് തന്നെ വീണ്ടും അവന് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരും. പക്ഷെ പ്രകൃതി ഉപാസകൻ അങ്ങനെയല്ല. അവന്റെ ഉപാസന ഫലമായിട്ട് പ്രകൃതിയിൽ ലയിക്കുന്നു. ഫലം തീരുമ്പം വീണ്ടും ജീവനായി തിരിച്ചു വരാൻ പറ്റും. അസമയ ഹിരണ്യഗർഭ ഉപാസകൻ സകാമമായി ഉപാസിക്കുന്നവൻ, ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഉപാസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആ ഉപാസനയുടെ ഫലമായി കിട്ടുന്ന അണിമാതി ഐശ്വര്യങ്ങൾ, പിന്നെ അതിന്റെ ഫലം, അങ്ങനെ അനേക ജന്മങ്ങളിൽ വീണ്ടും സഞ്ചരിക്കേണ്ടി വരും. സിദ്ധികളെല്ലാം സമ്പാദിച്ചിട്ട് ആ സിദ്ധികളെല്ലാം വിനിയോഗിക്കുമ്പോൾ അതുകൊണ്ട് വീണ്ടും അത് ജന്മത്തിന് കാരണമായി തീരുന്നു. അതാണ് ഇവിടെ വീണ്ടും പറഞ്ഞ യവ് സംഭൂത്യാം കാര്യബ്രഹ്മണി ഹിരണ്യഗർഭാഖ്യരതാഹ, അത് ലഭിക്കുന്നവർ എന്നർത്ഥം. അതുകൊണ്ട് അതിനും അപകടം പിടിച്ചാണ് എന്നർത്ഥം. അതുകൊണ്ടിത് സകാമമായി വെവ്വേറെ ഇത്തരം ഉപാസനകൾ അനുഷ്ഠിക്കരുത് എന്നാണ് അടുത്ത് പറയുന്നത്. സമുച്ചയമായിട്ട് അനുഷ്ഠിക്കണം. ഇതിന്റെ രണ്ടിന്റെയും വെവ്വേറെ ഫലമുള്ളതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ അനുഷ്ഠിക്കരുത് എന്നാണ് അടുത്ത് പറയുന്നത്. അതിന്റെ അർത്ഥം പറയാം മന്ത്രത്തിന്റെ. ഈ ആരാണോ അസംഭൂതി പ്രകൃതിയെ ഉപാസതയെ ഉപാസിക്കുന്നത്, അന്ധം തമ കൂരിരുട്ടിനെ പ്രവേശിക്കുന്നു, പ്രാപിക്കുന്നു, അജ്ഞാന പ്രകൃതി ലയത്തെ പ്രാപിക്കുന്നു.
ആരാണോ സംഭൂത്യാം വ്രതഃ കാര്യബ്രഹ്മത്തെ ഉപാസിക്കുന്നത് കാമനയോടുകൂടി തേ അവർ തതോ ഭൂയൈവതം അതിലും വലിയ ഇരുട്ട് അജ്ഞാനത്തെ പ്രവിശന്തി പ്രാപിക്കുന്നു. ഇതിനെ തന്നെ വേറെ രീതിയിലും പറയും. വ്യക്ത ഉപാസന അവ്യക്ത ഉപാസന എന്ന് പറയും. കാര്യബ്രഹ്മത്തെ ഉപാസിക്കുന്നത് വ്യക്ത ഉപാസന, പ്രകൃതി ഉപാസിക്കുന്നത് അവ്യക്ത ഉപാസന എന്ന് പറയും. അപ്പൊ ഈ പ്രത്യേകമുള്ള ഉപാസനയിലൂടെ നിന്ദിക്കുന്നത് അടുത്ത് പറയുന്നു അധന. ഇപ്പോൾ ഉഭയോരുപാസനയോഹോ ഈ രണ്ട് ഉപാസനകളുടെയും സമുച്ചയ കാരണം അവയവ ഫലഭേദം ആഹ. സമുച്ചയത്തിന് കാരണമായിരിക്കുന്നത് അവയവ ഫലഭേദമാണ്. പ്രത്യേക ഫലം അതിന്റെ ഭേദമാണ്, വേറെ ആയിരിക്കുന്നതുകൊണ്ടാണ്. അവയവ ഫലം എന്ന് വെച്ചാൽ പ്രത്യേക ഫലം, ഓരോന്നിന്റെയും ഫലം ഭിന്നമായിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു. പ്രകൃതി ഉപാസനയും കാര്യബ്രഹ്മ ഉപാസനയും വെവ്വേറെ ഫലമുള്ളതുകൊണ്ട് ഇതിനെ സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു. അതടുത്ത് പറയുന്നു. അടുത്ത 13ാമത്തെ മന്ത്രം. അന്യദേവ ആഹുഹു സംഭവാദ് അന്യദാഹുരസംഭവാദ് ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ് വിചചക്ഷിരേ. അതിന്റെ പദച്ഛേദം അന്യത് ഏവ ആഹുഹു സംഭവാദ് അന്യത് ആഹുഹു അസംഭവാദ് ഇതി ശുശ്രുമ ധീരാണാം യേ നഹ തദ് വിചചക്ഷിരേ. വായിക്കാം. അന്യദേവാഹു സംഭവാദ് അന്യദാഹുരസംഭവാദ് ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷിരേ. രണ്ടിന്റെയും ഫലം വേറെ വേറെയാണെന്ന് പറയുന്നു. അന്യദേവ പൃഥഗേവ ആഹുഹു ഫലം സംഭവാദ് സംഭൂതേഹി കാര്യബ്രഹ്മ ഉപാസന അണിമാദി ഐശ്വര്യലക്ഷണം വ്യാഖ്യാതവന്തഃ ഇത്യർത്ഥഃ. അന്യദേവ അതിന്റെ അർത്ഥം പറയുന്നു പൃഥക് ഏവ വേറെയാണ്, ആഹു പറയപ്പെട്ടിരിക്കുന്നു. എന്താണ് ഫലം? എന്തിന്റെ ഫലം? സംഭവാദ് അതിന്റെ അർത്ഥം പറയുന്നു സംഭൂതേഹി. സംഭവാദെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സംഭൂതി എന്നാണ്. എന്ന് പറഞ്ഞാൽ കാര്യബ്രഹ്മ ഉപാസന. കാര്യബ്രഹ്മ ഉപാസന എന്താണ് അതിന്റെ ഫലം? അണിമാദി ഐശ്വര്യ ലക്ഷണം, അണിമാദി ഐശ്വര്യപ്രാപ്തി അതിന്റെ ഫലമാണ്. വ്യാഖ്യാതവന്തഃ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. തഥ അതുപോലെ തന്നെ അന്യത് ആഹു അസംഭവാദ് അത് എന്റെ അർത്ഥം പറയുന്നു അസംഭൂതേഹി. അത് തന്നെ വ്യാഖ്യാനിക്കുന്നു അവ്യാകൃത. അത് തന്നെ വിശദീകരിക്കുന്നു അവ്യാകൃത ഉപാസന. അവ്യാകൃത ഉപാസന കൊണ്ട് ഫലം വേറെയാണ്. യദുക്തം അതിനെ പറഞ്ഞു. എന്താണ്? അന്ധം തമഃ പ്രവിശന്തി. അന്ധം തമഃ പ്രവിശന്തി എന്ന് പറഞ്ഞത് അവ്യാകൃത ഉപാസനയുടെ ഫലമാണ്. പ്രകൃതിലയ ഇതി പൗരാണിക ഇതിച്ച പൗരാണികയിൽ ഉച്ചതി. പ്രകൃതിലയം എന്നാണ് പൗരാണികന്മാർ പറയുന്നത്. പുരാണങ്ങളിൽ വായുപുരാണത്തിലും മറ്റും ഇത് പറയുന്നു. പ്രകൃതിലയം എന്ന് പറയുന്നുണ്ട്. ഇത്യേവം ശുശ്രുമ ധീരാണാം ധീമാന്മാരുടെ ബുദ്ധിമാന്മാരുടെ വചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വചനം യേ അവർ
നഹ ഞങ്ങൾക്ക് തദ് ബീജചക്ഷിരേ ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. ചില മന്ത്രങ്ങളിൽ ഇത് വ്യാജചക്ഷിരേ എന്നും പറയും. വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. വ്യാകൃത അവ്യാകൃത ഉപാസന ഫലം വ്യാഖ്യാതവന്തഃ ഇത്യർത്ഥ. വ്യാകൃത ഉപാസനയുടെയും അവ്യാകൃത ഉപാസനയുടെയും ഫലം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. വ്യാകൃത ഉപാസന അതായത് ഹിരണ്യഗർഭ ഉപാസന, അതിന്റെ ഫലം അണിമാതി ഐശ്വര്യപ്രാപ്തിയാണ്. അവ്യാകൃത ഉപാസന അല്ലെങ്കിൽ പ്രകൃതി ഉപാസന, അതിന്റെ ഫലം പ്രകൃതി ലയമാണ് എന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. മുമ്പ് പറഞ്ഞു തന്നെയാണ്. അതിന്റെ പദത്തിന്റെ അർത്ഥം പറയാം. സംഭവാത് സംഭൂതി ഉപാസന കൊണ്ട്, കാര്യബ്രഹ്മ ഉപാസന കൊണ്ട്, അല്ലെങ്കിൽ വ്യക്ത ഉപാസന കൊണ്ട്, ഹിരണ്യഗർഭ ഉപാസന കൊണ്ട്, അന്യത് ഏവ ആഹു അന്യദേവ വേറെയാണ് ആഹു പറയുന്നത് എന്ത് ഫലം, അന്യത് ഫലം ആഹു അന്യത് ഫലം തന്നെയാണ് പറയുന്നത്. അതായത് അണിമാതി ഐശ്വര്യപ്രാപ്തിയാകുന്ന ഫലമാണ് പറയുന്നത്. അസംഭവാത് പ്രകൃതി ഉപാസന കൊണ്ട് അന്യത് ഫലം ആഹു പ്രകൃതി ലയം എന്ന് പറയുന്ന ഫലത്തെയാണ് പറയുന്നത്. ഇതി എന്നിങ്ങനെ ഈ ധീരന്മാരായ ആചാര്യന്മാരുടെ, ബുദ്ധിമാന്മാരായ പൂർവാചാര്യന്മാരുടെ വചനം ഈ ആരാണോ നഹ ഞങ്ങൾക്ക് തത് ആ വചനം വിജചക്ഷിരെ വ്യാഖ്യാനിച്ച് തന്നത് അത് ശുശ്രുമ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പഴയതുപോലെ ഇത് ശുശ്രുമ ധീരാണാം ഏനസ്തത് വിജചക്ഷിരെ എന്ന് 10ാമത്തെ മന്ത്രം പോലെ തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ടിന്റെയും പ്രത്യേക ഫലത്തെ പറയുന്നു. അതുകൊണ്ട് ഇത് സമുച്ചയിച്ച് അനുഷ്ഠിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ 2 ഉപാസനകളെ പോലെ വിദ്യയും, നേരത്തെ പറഞ്ഞത് ഉപാസനയും കർമ്മവുമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. നേരത്തെ ഉപാസനയും കർമ്മവും പറഞ്ഞു. ഇവിടെ പറയുന്ന 2 ഉപാസനകളാണ്. നേരത്തെ പറഞ്ഞു വൈദിക കർമ്മങ്ങളും ദേവത ഉപാസനയും സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറഞ്ഞു. ഇവിടെ പറയുന്ന 2 ഉപാസനകൾ, പ്രകൃതി ഉപാസനയും കാര്യബ്രഹ്മ ഉപാസനയും സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു. ഇതിനും പ്രത്യേകതയുണ്ട് അങ്ങനെ പറയുന്നതിന്റെ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.